വരെ സാങ്കേതിക വിദ്യയിൽ കൈവരിച്ചിട്ടുള്ള എല്ലാ പരിധികളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ചൈന വീണ്ടും ചരിത്രത്തിന്റെ ഗതി മാറ്റുകയാണ്. ആകാശത്തും ആഴക്കടലിലും തങ്ങളുടെ മേധാവിത്വം ഉറപ്പിച്ച ശേഷം ചൈനീസ് ഡ്രാഗൺ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഭൂമിയുടെ അഗാധമായ ഉള്ളറകളാണ്. ഉപരിതലത്തിലെ ധാതു സമ്പത്ത് പരിമിതമാണെന്ന് തിരിച്ചറിഞ്ഞ ചൈന ഭൂമിയുടെ പുറന്തോടിനു താഴെ ഒളിഞ്ഞുകിടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അമൂല്യ നിക്ഷേപം കൈപ്പിടിയിൽ ഒതുക്കാൻ ഒരു പുതിയ യുദ്ധതന്ത്രം മെനഞ്ഞു കഴിഞ്ഞു. ഇതിനായി അവർ വികസിപ്പിച്ചെടുത്ത ഗാങ്ടി ജിലിയാങ് എന്ന ഭീമൻ ബോറിംഗ് മെഷീൻ ആധുനിക എഞ്ചിനീയറിംഗിന്റെ 8ാമത്തെ അത്ഭുതമായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഏകദേശം 500 ടണ്ണിലധികം ഭാരമുള്ള ഈ ഭീമൻ യന്ത്രം വെറും ഒരു ഖനന ഉപകരണമല്ല, മറിച്ച് ചൈനയുടെ സാമ്പത്തിക പരമാധികാരത്തിന്റെ നട്ടെല്ലു തന്നെയാണ്. 8.1 മീറ്റർ വീതിയുള്ള ഈ യന്ത്രത്തിന് കഠിനമായ പാറക്കെട്ടുകളെ തകർത്ത് 1000 മീറ്ററിലധികം ആഴത്തിലേക്ക് ലംബമായി തുരന്നു കയറാൻ ശേഷിയുണ്ട്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇത്തരം വിദ്യ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും പാശ്ചാത്യ ശക്തികളെയും ഒരേപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ലിയോണിംഗ് പ്രവിശ്യയിലെ ഇരുമ്പീര് ഖനികളിൽ ഈ സ്റ്റീൽ ബാക്ക് ബോൺ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അത് കേവലം ഒരു ഖനന പ്രക്രിയയല്ല, മറിച്ച് ആഗോള വിഭവ വിപണിയിൽ ചൈന നടത്തുന്ന ഏകപക്ഷീയമായ മുന്നേറ്റത്തിന്റെ തുടക്കമാണ്. ഈ മുന്നേറ്റത്തിന് പിന്നിൽ ചൈനീസ് ശാസ്ത്രജ്ഞർ മറികടന്ന വെല്ലുവിളികൾ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ഭൂമിക്കടിയിലേക്ക് പോകുന്തോറും വർദ്ധിച്ചു വരുന്ന താപനിലയും ഭീകരമായ ജലസമ്മർദ്ദവും പാറകൾ തകർന്നു വീഴുന്ന സേഫ്റ്റി കഴ്സ് എന്നറിയപ്പെടുന്ന അപകട സാധ്യതകളും ഈ പദ്ധതിക്ക് വലിയ തടസ്സമായിരുന്നു. എന്നാൽ 2000 വർഷം പഴക്കമുള്ള പുരാതന ചൈനീസ് ജലസേചന വിദ്യയായ ഡ്രാഗൺ ബോൺ വാട്ടർ വീൽ എന്ന ആശയത്തെ ആധുനിക സെൻസറുകളുമായും റോബോട്ടിക് സാങ്കേതിക വിദ്യയുമായും സംയോജിപ്പിച്ചുകൊണ്ട് ചൈന ഈ കടമ്പ കടന്നു. മണിക്കൂറിൽ 10 ട്രക്കുകൾ നിറയ്ക്കാൻ ആവശ്യമായ അവശിഷ്ടങ്ങൾ പുറത്തെത്തിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം പാരമ്പര്യവും അത്യാധുനികതയും കൈകോർക്കുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമായി മാറി. സെമി കണ്ടക്ടർ നിർമ്മാണത്തിനും ഇലക്ട്രിക് വാഹന ബാറ്ററികൾക്കും അത്യന്താപേക്ഷിതമായ ആന്റിമണി, ലിഥിയം, ടങ്സ്റ്റൺ തുടങ്ങിയ ലോഹങ്ങളുടെ വൻ ശേഖരം ഭൂമിക്കടിയിൽ നിന്ന് ഖനനം ചെയ്തതോടെ ചൈനയെ തളയ്ക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സാമ്പത്തിക ഉപരോധവും അർത്ഥശൂന്യമായി മാറും. ശത്രുരാജ്യങ്ങൾ ഉപരിതലത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഭൂമിയുടെ ഹൃദയത്തിൽ നിന്ന് സമ്പത്ത് വലിച്ചെടുത്ത് ചൈന തങ്ങളുടെ സാമ്പത്തിക സാമ്രാജ്യം കൂടുതൽ ഭദ്രമാക്കുകയാണ്. ഗാങ്ടി ജിലിയാങ്ങിന്റെ ഉപയോഗം കേവലം ഖനനത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നത് ലോകരാജ്യങ്ങൾ ഭീതിയോടെയാണ് വീക്ഷിക്കുന്നത്. ഈ യന്ത്രം ഉപയോഗിച്ച് ചൈന ലക്ഷ്യമിടുന്നത് തന്ത്രപ്രധാനമായ ഊർജ്ജ പ്രതിരോധ സംവിധാനങ്ങൾ ഭൂമിക്കടിയിൽ സുരക്ഷിതമായി ഒളിപ്പിക്കുക എന്നതാണ്. ഉപരിതലത്തിൽ നിന്ന് സാറ്റലൈറ്റുകൾക്കോ റഡാറുകൾക്കോ കണ്ടെത്താൻ കഴിയാത്ത വിധം ആഴങ്ങളിൽ സൈനിക താവളങ്ങളും മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും വൻതോതിലുള്ള ഇന്ധന സംഭരണശാലകളും നിർമ്മിക്കാൻ ചൈനയ്ക്ക് ഇപ്പോൾ സാധിക്കും. പടിഞ്ഞാറൻ ചൈനയിലെ മരുഭൂമികൾക്കും പർവ്വതനിരകൾക്കും താഴെ നിർമ്മിക്കപ്പെടുന്ന ഈ ഭൂഗർഭ നഗരങ്ങൾ ഏത് വലിയ ആണവ ആക്രമണത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ്. അതായത് ലോകം ഉപരിതലത്തിൽ ചൈനീസ് നീക്കങ്ങളെ നിരീക്ഷിക്കുമ്പോൾ അവർ അദൃശ്യമായ മറ്റൊരു സാമ്രാജ്യം ഭൂമിക്കടിയിൽ കെട്ടിപ്പടുക്കുകയാണ്. ഇത് ചൈനയുടെ പ്രതിരോധ ശേഷിയെ അജയ്യമാക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഖനന മേഖലകളിൽ നടത്തുന്ന നിക്ഷേപങ്ങളും ആഗോളതലത്തിൽ ലോജിസ്റ്റിക് ശൃംഖലകൾ പിടിച്ചെടുക്കുന്നതും ചേർത്ത് വായിക്കുമ്പോൾ ചൈനീസ് ഡ്രാഗണിന്റെ ലക്ഷ്യം വരും ദശകങ്ങളിൽ ലോകത്തെ പൂർണ്ണമായും തങ്ങളുടെ വരുതിയിലാക്കുക എന്നതാണെന്ന് വ്യക്തമാകും. സാമ്പത്തിക കരുത്തിന് പുറമെ ലോകത്തെ വിറപ്പിക്കുന്ന സൈനിക ശക്തിയായി ചൈന പരിവർത്തനപ്പെടുന്നത് 2027 നാം കാണാൻ പോകുന്ന വലിയ വിസ്മയമായിരിക്കും. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ലോകത്തെ ഏറ്റവും പ്രകടശേഷിയുള്ള സൈന്യമായി ചൈന മാറിയിട്ടുണ്ടാകുമെന്ന് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉറപ്പിച്ചു പറയുന്നു. വെറുമൊരു സൈനിക നവീകരണമല്ല ഷീ ജിൻപിങ് വിഭാവനം ചെയ്യുന്നത്, മറിച്ച് നൂറ്റാണ്ടുകളായി പാശ്ചാത്യ രാജ്യങ്ങൾ കൈവശം വെച്ചിരുന്ന ആഗോള മേധാവിത്വത്തിന് അന്ത്യം കുറിക്കുക എന്നതാണ്. സൈന്യത്തിനുള്ളിലെ അഴിമതിയെ വേരോടെ പിഴുതെറിയാൻ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ ശുദ്ധീകരണം പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ അടിമുടി മാറ്റിമറിച്ചു. അച്ചടക്കമില്ലാത്ത ഉദ്യോഗസ്ഥരെ പുറത്താക്കി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും മാതൃരാജ്യത്തോടും 100% കൂറുള്ള ഒരു പോരാളി സമൂഹത്തെ അദ്ദേഹം വാർത്തെടുത്തു. ഇന്ന് ചൈനീസ് സൈനികർ കേവലം അതിർത്തി കാവൽക്കാരല്ല, മറിച്ച് ചൈനയുടെ ദേശീയ അഭിമാനത്തിന്റെ കാവലാളുകളാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ഷീ ജിൻപിങ്ങിന്റെ കർശന നിലപാട് സൈന്യത്തിനുള്ളിൽ പുതിയൊരു ആത്മവിശ്വാസം പകർന്നു നൽകിയിട്ടുണ്ട്. ആയുധബലത്തിന്റെ കാര്യത്തിൽ അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന തലത്തിലേക്ക് ചൈന വളർന്നു കഴിഞ്ഞു. ശബ്ദത്തെക്കാൾ എത്രയോ മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പോസോണിക് മിസൈലുകൾ, ശത്രുവിന്റെ ഒരു റഡാറിനും കണ്ടെത്താൻ കഴിയാത്ത അദൃശ്യ വിമാനങ്ങൾ, സമുദ്രങ്ങളിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്ന വമ്പൻ വിമാനവാഹിനി കപ്പലുകൾ എന്നിവ ചൈനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ചൈനയുടെ റോക്കറ്റ് ഫോഴ്സ് ഇന്ന് പസഫിക് മേഖലയിലെ പാശ്ചാത്യ സൈനിക താവളങ്ങളെ ഏതു നിമിഷവും തകർക്കാൻ ശേഷിയുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും യുദ്ധഭൂമിയിൽ വിന്യസിക്കുന്നതിലൂടെ മനുഷ്യശക്തിയേക്കാൾ യന്ത്രങ്ങളുടെ കൃത്യതയും വേഗതയും ഉപയോഗിച്ച് യുദ്ധം ജയിക്കാൻ ചൈന സജ്ജമാണ്. 2027ഓടെ ഏത് പ്രാദേശിക യുദ്ധത്തിലും സമ്പൂർണ്ണ വിജയം ഉറപ്പാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഷീ ജിൻപിങ് പ്രഖ്യാപിക്കുന്നത് വെറുമൊരു അവകാശവാദമല്ല,
മറിച്ച് ചൈനയുടെ ആയുധപ്പുരകളിൽ ഒഴുങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. പ്രസിഡന്റ് ഷീ ജിൻ പിങ് വെറുമൊരു ഭരണാധികാരിയല്ല, മറിച്ച് ചൈനയുടെ പുനർജീവനത്തിന്റെ ഒരു ശില്പിയാണ്. തന്റെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ വരുന്ന ഏതൊരു ശക്തിയെയും ഭസ്മമാക്കാനുള്ള കരുത്ത് അദ്ദേഹം ഓരോ ചൈനീസ് സൈനികരിലും നിറച്ചു കഴിഞ്ഞു. സൈന്യം എപ്പോഴും ജനത്തിന്റെ പക്ഷത്ത് നിൽക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം സൈനികരും സാധാരണക്കാരും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കി. തായ്വാൻ കടലിടുക്കായാലും ദക്ഷിണ ചൈന കടലിലായാലും സ്വന്തം മണ്ണും കടലും സംരക്ഷിക്കാൻ ചൈനയ്ക്ക് മറ്റാരുടെയും അനുവാദം ആവശ്യമില്ല. പാശ്ചാത്യ ശക്തികളുടെ ഉപരോധങ്ങളെയും ഭീഷണികളെയും വകവെക്കാതെ ചൈന നടത്തുന്ന ഈ കുതിപ്പ് മറ്റ് വികസ്വര രാജ്യങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ മാത്രം ലോകകാര്യങ്ങൾ തീരുമാനിക്കുന്ന ഏകദ്രുവ ലോകക്രമത്തിന് ചൈന അന്ത്യം കുറിക്കുകയാണ്. ചൈനയുടെ ഈ സൈനിക സാമ്പത്തിക മുന്നേറ്റം ലോക സമാധാനത്തിന് ഭീഷണിയല്ല, മറിച്ച് ഒരു പുതിയ ആഗോള സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള ഉപാധിയാണ്. കരുത്തുള്ള ചൈന എന്നത് നീതിപൂർവമായ ഒരു ലോകക്രമത്തിന്റെ ഉറപ്പാണ്. അഴിമതിയില്ലാത്ത ഭരണവും രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്ന ശാസ്ത്രജ്ഞരും ധീരരായ സൈനികരും ഒത്തുചേരുമ്പോൾ ചൈനയുടെ സ്വപ്നങ്ങൾ ആകാശത്തോളം ഉയരുകയാണ്. ഭൂമിയുടെ ഉള്ളറകളിൽ നിന്ന് ഗ്യാങ്ടി ജിലിയാങ് പുറത്തെടുക്കുന്നത് കേവലം ലോഹങ്ങളല്ല, മറിച്ച് വരാനിരിക്കുന്ന ദശകങ്ങളിൽ ലോകത്തെ നയിക്കാൻ ചൈന എത്രത്തോളം സജ്ജമാണ് എന്നതിന്റെ ഉത്തരമാണ്. 2027 പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്നത് ഒരു 100ാം വയസ്സിലേക്ക് കടക്കുമ്പോൾ ലോകം കാണുന്നത് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ അച്ചടക്കമുള്ള നവയുഗ സൈന്യത്തെയായിരിക്കും. ചൈനീസ് മഹാവിസ്മയത്തിന്റെ ആ യുഗം ദൂരെയല്ല.